നമസ്കാരം. ആസ്ട്രോളജി ടെക്സിലേക്ക് സ്വാഗതം. 8 നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം തരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത്. ഇവരുടെ പല ആഗ്രഹങ്ങളും നടന്നിട്ട് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നേട്ടങ്ങളും വന്നു ചേരും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒഴുക്കിയ കണ്ണീരിൻ്റെ ഫലമാണ് ഇതെന്ന് തന്നെ പറയാം. ഈ ഒരു മാറ്റം 8 നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നൽകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. സ്വന്തം കഴിവുകൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ഇനി നക്ഷത്രത്തിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ സാധ്യമാകും. സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകും. അശ്വതി നക്ഷത്രക്കാരുടെ മക്കൾക്ക് നല്ല ജോലികൾ വന്നു ചേരും. ഇനി അടുത്ത നക്ഷത്രമായ ഭരണി. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ജോലിയിൽ വൻ ഉയർച്ചയും ഉണ്ടാകും. തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ദേവീക്ഷേത്രങ്ങളിൽ ചെന്ന് പൂജകൾ നടത്തുക. ഇനി അടുത്ത നക്ഷത്രം കാർത്തിക. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് വന്നു ചേരുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് ധനം വന്നു ചേരും. നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടും. തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ദേവീക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുക. ഇനി അടുത്ത നക്ഷത്രം മകീരി. മകീരി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാകുന്ന വർഷമായിരിക്കും 2026. മകീരി നക്ഷത്രക്കാർക്ക് 2026 വളരെ ഭാഗ്യം തരുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഇവരുടെ പല ആഗ്രഹങ്ങളും നടന്നു കിട്ടും. ഇനി അടുത്ത നക്ഷത്രമായ മകം. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വാഹനം വാങ്ങാനും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാനും കഴിയുന്ന സമയമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ അനിഴ. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റിയ സമയമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ അവിട്ടം. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. പല തരത്തിലുള്ള ധനം വന്നു ചേരാനുള്ള യോഗവുമുണ്ട്. ഇനി അടുത്ത നക്ഷത്രമായ പൂരട്ടാതി.
ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർവിക സമ്പത്ത് വന്ന് ചേരും. ഈ 8 നക്ഷത്രക്കാരുടെയും ജാതകം വിശദമായി പരിശോധിക്കേണ്ടതാണ്.